നമുക്ക് ഒരു 5.25 ലാസ്റ്റ് ഫൈനൽ. പിന്നെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. 18 മോഡൽ റെഡ് കളർ. ഈ കളർ കിട്ടാൻ പ്രയാസം. അതെ 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 അതെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ ബ്ലാക്ക് കളറിന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ളത് മാത്രമല്ല 43 ഫാൻസി നമ്പറുള്ള പനോറമിക് സൺറൂഫുള്ള ഡീസൽ വണ്ടി സുഖമായിട്ട് ഇറക്കാല്ലേ. നല്ല ട്രാക്കും സിവിൽ സ്കോർ ഉള്ളവർക്ക് മാക്സിമം ലോണിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫോർച്യൂണർ ഇറക്കി കൊണ്ടുപോകാം. 2023 രജിസ്ട്രേഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, 64,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസ്. നമുക്ക് ഇത് ഓഫർ പൊട്ടിച്ച് കൊടുക്കാണ് 995 നമുക്ക് പൊട്ടിച്ചാണെങ്കിൽ. ഹലോ ഗൈസ്, മലയാളം മീഡിയയിൽ ഒരു ഹൈ ക്വാളിറ്റി എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് മഞ്ചേരി തിരുവല്ല ക്ലോക്ക് കാർസിലാണ്. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവും വില കൂടുതലാണ്, റേറ്റ് ഓവറാണ്. ഒന്നുമല്ല, സാധാരണ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണോ അതേ റേറ്റിലാണ് ഇവിടുന്ന് വാഹനങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അന്വേഷിച്ച് കിടക്കുന്ന നിങ്ങൾ ഫേവറേറ്റ് വാഹനം എല്ലാം ഒരു കുടക്കീഴിൽ നിന്നുള്ള സെറ്റപ്പാണ് കേട്ടോ. ബാക്ക് കിടക്കുന്ന ക്രെറ്റ, നിങ്ങളെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ബ്ലാക്ക് സാധനം, ഇതും ഏറ്റവും ഫുൾ ഓപ്ഷൻ പനോറമിക് സൺറൂഫുള്ള ടോപ്പ് ആൻഡ് വണ്ടി, ഡീസലിൽ ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. മാത്രമല്ല ഈ ഫോർച്യൂണർ വേണോ, ചെറിയ റേറ്റിൽ നമുക്ക് ഇതാ കേരള നമ്പറായ വണ്ടി ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. പിന്നെ ഇതാ താറ്, ഇതൊക്കെ നോക്കി 23 റേസ് സിംഗിൾ ഓണർ 4x4 താറ്. ഇതൊക്കെ ചെക്കന്മാർ കിട്ടിയാൽ പിന്നെ കയ്യിൽ ഒതുങ്ങൂല, വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി. അത് മാത്രമല്ല i20, അതുപോലെ ക്രിസ്റ്റ, ചെറുവാഹനം നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ്, ബലേനോ ഡീസലൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ അവസാനം വരെ നിർബന്ധമായിട്ട് കണ്ടോളി. നല്ല ഓഫർ പ്രൈസുമാണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇനിയിപ്പോൾ ഈ വണ്ടികളൊക്കെ എന്ത് ധൈര്യത്തിൽ എടുക്കാൻ നിങ്ങൾ ചിലപ്പോൾ സംശയം ഉണ്ടാവും. വാറണ്ടി വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്കാണ് പോവാം. അപ്പോൾ നമുക്കിന്ന് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകും നമ്മൾ ഷോപ്പിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള സഫീർ ബ്രോ ആണ്. ബ്രോ, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റാണ് അല്ലേ? ഓക്കെ, നമ്മുടെ ഒരു ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികളുണ്ട്? ഒരു 10-20 വണ്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്. 4-5-6 വണ്ടികൾ ഇപ്പോൾ നമുക്ക് കയറാനുണ്ട്. എല്ലാ ആൾക്കാർക്കും പറ്റിയ വണ്ടികളുണ്ട്. നമുക്ക് എല്ലാം ഉണ്ട്. സാധാരണക്കാര്, അടിപൊളി ഫോർച്യൂണർ ഉണ്ട് 13. എല്ലാ വർക്കും ചെയ്ത് മാനുവലി അത്യാവശ്യം നല്ല മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇതൊക്കെ നല്ല ഓഫർ പ്രൈസ്. ഇനി ലോൺ നോക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഫുൾ ലോൺ നമ്മൾ കയറ്റി കൊടുക്കുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്നത് 11.4 ചോദിക്കുന്നത്. ഓക്കെ, 11.4 13 മോഡൽ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓഫർ റേറ്റ് ഇപ്പൊ എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല നമ്മൾ ഈ ഷോപ്പിൽ 90% വണ്ടികൾക്കും ലോൺ കിട്ടും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. ലൊക്കേഷൻ മഞ്ചേരിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ, വണ്ടൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ. സ്ഥലത്തിന്റെ പേര് പത്തിരിയാല് തിരുവാലിന്റെ ഇടയിലെ ചീനിപ്പടി എന്ന സ്ഥലത്താണ്. ഇനിയിപ്പോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു മഞ്ചേരി വഴി വണ്ടൂർ വഴി 8 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് 12 കിലോമീറ്റർ. താഴെ നമ്പർ ഉണ്ട്, അതിലെ മെസ്സേജ് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് എന്ത് ധൈര്യത്തിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ സാധിക്കും? നമുക്ക് നല്ല ഷോറൂം, അവർക്ക് അതാത് കമ്പനിയിലെ ഷോറൂമിൽ വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഇഞ്ചൻ വാറണ്ടി കൊടുക്കാം, ഗിയർ ബോക്സിന് കൊടുക്കാം, ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. പിന്നെ 100% ഗ്യാരണ്ടി, ഫ്ലഡ് ഉണ്ടാവില്ല, മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല. ഇല്ലത് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് നോക്കിയിട്ട് 24 നോക്കിയിട്ട് നമുക്ക് ചെക്കിംഗ് വാറണ്ടി എന്തെങ്കിലും കൊടുക്കാം. അത് പോരെ, അത് ലോൺ അവൈലബിൾ ആണ്, എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ചോദിച്ചു വരുന്നതാണ് ബ്ലാക്ക് ക്രെറ്റ ഉണ്ടോ. ഈ ബ്ലാക്ക് കളറിന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ളത് മാത്രമല്ല 43 ഫാൻസി നമ്പറുള്ള പനോറമിക് സൺറൂഫുള്ള ഡീസൽ വണ്ടി അല്ലേ? ഇത് എത്ര മോഡല്? ഇത് 2020 വണ്ടിയാണ്. 20 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. പക്ഷെ ഒരു പാർട്ടിക്കാർ പേരിന് ചേഞ്ച് ചെയ്താൽ തരില്ല. ഇപ്പൊ സെക്കൻഡ് ഓണർ നമ്മളെ പേരിലാണ്. ഈ ഒരു വാഹനം ഒരൊറ്റ വ്യക്തി ഉപയോഗിച്ചാണ്. അപ്പൊ പേരിക്ക് മാറാൻ നിർബന്ധം പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ നിങ്ങളെ പേരിക്ക് മാറിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നമ്മുടെ കമ്പനി പേരിക്ക് മാറിയൊരു വണ്ടിയാണ്. അപ്പൊ ഈ വാഹനം എത്ര കിലോമീറ്റർ ഓടിയില്ലേ? ഇത് 64,000 കിലോമീറ്റർ. 64,000 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ ആയിരുന്നു. നമ്മളെ താൽക്കാലികമായിട്ട് നമ്മളെ പേർക്ക് മാറി. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ നമുക്കൊരു 90% ടയർ ഉണ്ട്. 90% അല്ലേ? വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ് സംഭവിച്ചിട്ടുണ്ടോ? ആക്സിഡന്റ് ഒന്നുമില്ല, കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, AC, കമ്പനി സർവീസിലെ വണ്ടിയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ചാർജർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസും വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏതാണ് SX അല്ലേ? SX. ഓക്കെ, ഈ ഒരു വാഹനത്തിന് ഈ ഒരു ബ്ലാക്ക് കരിമ്പൊലിക്ക് നമുക്ക് എത്രക്ക് നമ്മള് 14,000 ചോദിക്കുന്നുണ്ട്.
14,000 ചോദ്യം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോണ് വേണ്ടവർക്ക് ഒരു 2 ലക്ഷം രൂപ നല്ല ട്രാക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ അടുത്തായിട്ട് അത്യാവശ്യം മോഡിഫൈ ചെയ്ത കിറ്റൊക്കെ കയറ്റിയ ഒരു ഫോർച്യൂണർ അല്ലേ? ഇത് 2013 മോഡല് കേരള നമ്പർ ആയോ? സെക്കൻഡ് ഓണറിൽ റീ രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ മാനുവൽ. അപ്പൊ മൈലേജ് ഒരു 13 വരെ കിട്ടും. മൈലേജ് കുറച്ച് അത്യാവശ്യം 15ന്റെ അടുത്ത് കിട്ടൂലേ? 2 വീൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും കേട്ടോ. പിന്നെ മാത്രമല്ല മെയിൻ്റെനൻസ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ഇത് ഓണർഷിപ്പ് ഫുൾ കട്ട് ടയർ. ഓണർഷിപ്പ് എന്താ അവസ്ഥ? ഓണർഷിപ്പ് സെക്കൻഡിലെ കിലോമീറ്ററോ? കിലോമീറ്റർ 160 കിലോമീറ്റർ ആണ്. ടയറൊക്കെ അത്യാവശ്യം നല്ല ഫുൾ കട്ട് ടയർ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കിടിലൻ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് കിറ്റ് കാര്യങ്ങൾ നമ്പർ ആയിട്ടുണ്ട് ഓൾറെഡി. സെക്കൻഡ് ഓർഡറിലാണ്. 13 മോഡൽ വണ്ടിയാണ്. 13 മോഡൽ അല്ലേ? ഇത് നമുക്ക് 11,400 രൂപയ്ക്ക് കൊടുക്കണം. 11,400 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 11,400 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് നല്ല ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റീർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിന് പ്രത്യേകം 11,400 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കും. 11,400. ഇതിന് ഏകദേശം നമുക്ക് എത്ര ലോൺ ചെയ്യാം? ലോൺ മാക്സിമം ഒരു ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും. ഇനി ഒരു 1 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ സുഖമായിട്ട് ഇറക്കാല്ലേ? നല്ല ട്രാക്കും സിബിൽ സ്കോർ ഉള്ളവർക്ക് മാക്സിമം ലോണിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫോർച്യൂണർ ഇറക്കി കൊണ്ടുപോകാം. അടുത്തതായിട്ട് നമ്മൾ ആ വീഡിയോയിലെ ഹൈലൈറ്റ് വാഹനം താറ്, അത് 2023 രജിസ്ട്രേഷൻ അല്ലേ? റോക്സ് ഇറങ്ങിയതിന് ശേഷം ഈ സാധനത്തിന്റെ ഡിമാൻഡ് കൂടല്ലാതെ കുറയണില്ല. ഇത് നമ്പർ നോക്കി ഒരു 4ന്റെ കുറവുണ്ടെന്നുള്ളൂ. ഫാൻസി നമ്പർ വണ്ടി. ഇത് ഡീറ്റെയിൽ എങ്ങനെ? 2023 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 64,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. ടയറും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ അല്ലേ? ഡീസൽ വാഹനമാണ്. ടയർ 4 ഫുൾ കട്ടാ അല്ലേ? 4 വീല് വണ്ടി. 4x4 മാനുവല്. മല കയറാം, കുന്ന് കയറാം. ഇപ്പൊ വെള്ളത്തുകൂടെ വേണേൽ പോവാം. ഒരു പ്രശ്നമില്ലാത്ത വണ്ടി. ഇത് നമ്മള് പൊട്ടിച്ചാ കൊടുക്കണം. റേറ്റ് പൊട്ടിച്ചോ? 1590. പുതിയ എന്ത് വില ഉണ്ട്? പുതിയ 19 സംതിങ് 19 വരുന്ന വണ്ടി. 1 വർഷം പഴക്കല്ലേ? 1 വർഷം പഴക്കം കൊണ്ട് 1.5 വർഷം പഴക്കം കൊണ്ട് നല്ലൊരു മാറ്റാണ് വന്നിട്ടുള്ളത്. എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്ത് എങ്ങനെ ചെക്കിംഗ് വാറന്റി എടുത്തൂടെ? ചെക്കിംഗ് വാറന്റി കൊടുക്കാം. ഉത്തം വണ്ടി പോലെ കൊണ്ടുനടക്കാം. ലോൺ എത്ര കിട്ടും നമുക്ക്? ലോൺ നമുക്ക് നല്ല ട്രാക്കും കാര്യമില്ല ടീമൊക്കെ നമുക്കൊരു 14 ലക്ഷം രൂപയോളം ലോൺ കയറുന്ന ഒരു വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ മാക്സിമം ലോൺ അല്ലെങ്കിൽ മഹീന്ദ്ര താർ ആൾക്കാർക്ക് 15 തന്നെ കയറും. നല്ല ട്രാക്കുള്ളവർക്ക് മാക്സിമം ലോൺ അല്ലേ? അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ആരെങ്കിലും മഹീന്ദ്ര താർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രൈസിൽ നമുക്ക് കൊടുക്കാം അല്ലേ? അതും ബ്ലാക്ക് കളർ 1590 കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്രിസ്റ്റ പരിചയപ്പെടാം. ഇത് എങ്ങനെ മോഡല്? 2018 മോഡലാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ 134 കിലോമീറ്റർ. 1,34,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ ജെനുവിൻ കിലോമീറ്റർ. കറക്റ്റ് ഹിസ്റ്ററി. പ്രൈവറ്റിൽ വന്നാട്ടാണ്. മാനുവൽ ആണോ? മാനുവൽ. G4 മാനുവൽ. 2018 വണ്ടി. 18 മോഡൽ കേട്ടോ. ഓക്കെ. നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ നമ്മൾ അതിൽ ചെയ്ത് കൊടുക്കും. 1490 നമ്മൾ ചെയ്തു. നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാം. കേരള നമ്പർ NOC ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ചെറുതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ക്വാളിറ്റി വണ്ടിയാ. കറക്റ്റ് ഹിസ്റ്ററി കമ്പനി സർവീസിലുണ്ട്. 1.34 ഓടിയിട്ടുണ്ട്. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ 7 സീറ്റർ ആണ്. അവിടെ പ്രൈവറ്റിൽ വന്ന വാഹനം. ടാക്സി ഓടിയൊന്നുമല്ല. ഒരുപാട് വാഹനം നമ്മൾ കേരളത്തിൽ എന്ത് ചെയ്യാം, ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടു. അവിടെ പ്രൈവറ്റ് ഓടിയ വണ്ടി, ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടി നമുക്ക് ഈ റേറ്റ് കൊടുക്കാം. കാര്യങ്ങൾ നല്ല നീറ്റ് ഉണ്ട്. സർവീസ് കാര്യങ്ങൾ കറക്റ്റ് അല്ലേ? കറക്റ്റ് സർവീസ് ആണ്. 1.34 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എത്ര ലോൺ കിട്ടി വണ്ടിക്ക്? നമുക്ക് ലോൺ ഒരു 12 ലക്ഷം രൂപ കിട്ടൂല്ലേ? ഒരു 2-2.5 ലക്ഷം രൂപ ഇറക്കി കൂടെ? നല്ല സിബിൽ സ്കോർ ട്രാക്ക് ഉള്ളവർക്ക് ഒരു 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ക്രിസ്റ്റ കൊടുക്കാം അല്ലേ? മാക്സിമം ചെയ്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അല്ല, ഇതിപ്പോ ജനു അത് കൂടുതൽ പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അറിയാണ് വിചാരിച്ചാൽ അവിടെ പ്രൈവറ്റിൽ അല്ല, അവർ ചെക്ക് ചെയ്തോട്ടെ. ടയോട്ടന്റെ ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ. ചെക്കിംഗ് വാറന്റി നമുക്ക് കൊടുക്കാം. ഇത് 18 മോഡലാണ്. 1490 നമ്മൾ കൊടുക്കും. ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് i20. ഇത് പെട്രോളോ ഡീസലാ? ഇത് പെട്രോള്. ആസ്റ്റ 2015 വണ്ടിയാ. 15 മോഡൽ പെട്രോൾ ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. നമുക്ക് ഇതില് ഇത് കാര്യം നല്ല വണ്ടിയാ. റീപ്ലേസ് ഫ്ലഡ് തട്ട് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. തേർഡ് ഓണർ അല്ലേ?
അലോയ് വീൽസ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. ചെറിയ വിലക്ക് കൊടുത്തുകൂടെ? 60 കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. 60 സംതിങ് കിലോമീറ്റർ. സാധാരണ തേർഡ് ഓണർ ലോ കിലോമീറ്റർ വരാൻ ചാൻസ് ഇല്ല. 61,000 കിലോമീറ്റർ ആണ് കറക്റ്റ് കമ്പനി. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒക്കെ ഉണ്ട്. 4,95,000 നമുക്ക് ചെയ്ത് കൊടുക്കാം. 4,95,000 രൂപയ്ക്ക്. എത്ര മോഡല്? 2015 ആസ്റ്റ. 15 ആസ്റ്റ 4,95,000 രൂപ. പെട്രോൾ വണ്ടി അല്ലേ? ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടാൻ എന്താ ചാൻസ് ഉണ്ടോ? ഇതിന് ഏകദേശം 4 ലക്ഷം രൂപ ലോൺ ചെയ്യും. 4 ലക്ഷം രൂപ ലോൺ ചെയ്യും. ഒക്കെ 1 ലക്ഷത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാം, ഒരു i20 ഫുൾ ഓപ്ഷൻ നമുക്ക് സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ഇനി ഇന്നോവ തപ്പി നടക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു വി ഓപ്ഷൻ വണ്ടി കൊടുത്തോ. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യം, ഓഫർ പ്രൈസിൽ കൊടുത്തു പോയിട്ട്. പക്ഷെ നമ്മള് സ്റ്റോക്ക് ഉണ്ടോ വണ്ടി? ഇനി സ്റ്റോക്ക് നമുക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അതല്ല, നമ്മള് പ്രേക്ഷകർ ആവശ്യപ്പെട്ട ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ചെറുവണ്ടി അല്ലേ? ചെറുവണ്ടിയിൽ ഡീസൽ രാജാവ് സ്വിഫ്റ്റ്, അതും മുന്തിരി കളർ. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2015 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. തേർഡ് ഓണർഷിപ്പ്. 1,13,000 കിലോമീറ്ററിൽ മുന്തിരി കളർ കിട്ടാൻ പ്രയാസമുണ്ടോ? ഇത് നമുക്ക് 4,400 രൂപ കൊടുക്കാം. 4,4 ലക്ഷത്തിന് ഡീസൽ കേട്ടോ. ഓക്കെ. അത്യാവശ്യം. ഇത് എത്ര ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 3.5 ലക്ഷം രൂപ ലോൺ ചെയ്യും. 3.5 ലക്ഷം രൂപ ലോൺ കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ടെറാനോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് ടെറാനോ 2018 വാഹനമാണ്. 18 മോഡല്. ഇത് സിംഗിൾ ഓണർ, 83,000 കിലോമീറ്റർ. ജെനുവിൻ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. 85 വരുന്ന വാഹനം. 85. അപ്പൊ ഇത് മെയിൻ്റെനൻസ് കുറവായിക്കാരം. മൈലേജ് ഉണ്ടാവും. 22 കിലോമീറ്റർ വണ്ടി. കറക്റ്റ് ഹിസ്റ്ററി തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. സിംഗിൾ ഓണർ. എത്ര ചോദിക്കണം നമ്മള്? ഇത് നമുക്ക് 7,400 രൂപ. 7,4 ലക്ഷം രൂപ അല്ലേ? ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 6.5 ലക്ഷം രൂപ വരെ ലോൺ. നല്ലൊരു ബലേന നമുക്ക് കൊടുക്കാം അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ ഒക്കെ? ഈ വണ്ടി സോൾഡ് ആയിട്ടുണ്ട്. സോൾഡ് ആയോ? ഓക്കെ. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളത്തെ ഡീസൽ ബലേന വേറെ ഉണ്ട്, കാണിക്കാം അല്ലേ? അത് ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ചെറിയ മട്ടത്തിൽ ചെറിയ റേറ്റിൽ കൊടുക്കാൻ പറ്റിയ ഒരു സെലേറിയോ അല്ലേ? ഇത് ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2015 മോഡല്. 15 മോഡൽ ഓട്ടോമാറ്റിക്കൽ വരുന്നത്. ഓട്ടോമാറ്റിക്. അപ്പൊ ലേഡീസിന് വണ്ടി ഓടിച്ച് പഠിക്കുന്നവർക്കൊക്കെ അതെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ക്ലച്ച് കൂട്ടിയിട്ട് ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല. ഇത് കിലോമീറ്റർ, ഓണർഷിപ്പ് കാര്യങ്ങൾ. ഇത് സെക്കൻഡ് ഓണർഷിപ്പില് 78,000 കിലോമീറ്റർ ഓട്ടോ. 78,000 സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം മോശമൊന്നുമില്ല. 78,000 ജെനുവിൻ ഹിസ്റ്ററി ഉണ്ടോ? അതെ, ജെനുവിൻ ഹിസ്റ്ററി. റീപ്ലേസ്, ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,65,000 കൊടുക്കാം. 3,65,000. ഇതിന് നമുക്ക് ഒരു 1 ലക്ഷം ഇറക്കി കൂടെ? ഓ, തീർച്ചയായിട്ടും. ഒരു 1 ലക്ഷം രൂപന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാലറി ഉണ്ടോ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് അമേസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2015 മോഡല്. 15 മോഡൽ. ഡീസൽ പെട്രോളാ? ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പില് 1,02,000 കിലോമീറ്റർ. മൈലേജ് സർവീസിലെ ഹോണ്ടന്റെ വണ്ടികൾ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ വണ്ടികൾ മൈലേജ് കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. 20ന്റെ മുകളിൽ മാക്സിമം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ ആയിക്കോട്ടെ, മെക്കാനിക് ആയിക്കോട്ടെ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കേരള വണ്ടിയല്ലേ? കറക്റ്റ് സർവീസിലെ വണ്ടിയാണ്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സെറ്റ് വരുന്നുണ്ട്. പിന്നെ നോർമൽ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. മൈലേജ് ആണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര രൂപക്ക് നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,400 കൊടുക്കാം. 4,4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. ലോൺ കിട്ടുവിന്? ലോൺ കിട്ടൂലേ? 3.5 ലക്ഷം രൂപ ലോൺ കിട്ടൂലേ? കമ്പനി സർവീസ് ഉണ്ടോ? കറക്റ്റ് സർവീസ്. സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്രെറ്റ പരിചയപ്പെടാം. ക്രെറ്റ ഓൾഡ് ഷേപ്പ്, നല്ല വൈറ്റ് കളർ വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2018 മോഡല്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന സൺറൂഫ് കാര്യമൊക്കെ വണ്ടിയാണ്. ഡയമകട്ട് അലോയ് വീല്, സൺറൂഫ്. ഡീസൽ അല്ലേ? ഡീസലിൽ വരുന്ന വണ്ടി. മാനുവൽ ആണോ? മാനുവൽ. ഏറ്റവും ഫുൾ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറ്റം വരും. പിന്നെ നമ്മൾ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ്, ഫോൺ വയർലെസ് ചാർജിങ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 10,4 ലക്ഷം. 10,4 ലക്ഷം രൂപ നമ്മളെ കൈ കിട്ടിയാൽ കൊടുക്കാം. കുറച്ച് കൊടുത്തൂടെ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ മാക്സിമം 9 ലക്ഷത്തോളം ലോൺ കിട്ടില്ല. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഓപ്ഷൻ ക്രെറ്റ നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. ഒരു 81,000 ജെനുവിൻ ഹിസ്റ്ററിൽ ഉണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒരു കുഞ്ഞ് ഹൈലൈറ്റ് വാഹനം. ഈ വാഹനം
സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, ഒരൊറ്റ വ്യക്തി ഉപയോഗിച്ച വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് കറക്റ്റ് സർവീസിലെ വണ്ടിയാ. ഓക്കെ, 50,000 കിലോമീറ്റർ ഓട്ടം. 50,000 ജെനുവിൻ, റീപ്ലേസോ കാര്യം ഒന്നുമില്ല. പക്ക ഷോറൂം വണ്ടി, പക്ക ഷോറൂം ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയല്ലേ, വണ്ടി കാണുമ്പോൾ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് കേട്ടോ. ഓക്കെ, ഇതിന്റെ മോഡൽ എങ്ങനെയാണ്? 2018 മോഡല്. ഓണർഷിപ്പോ TUV T10 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. കളർ ആണെങ്കിലും ഒരു റെഡ് നല്ല അട്രാക്റ്റീവ്. ഓക്കെ, ഡുവൽ ടോൺ അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ലോ കിലോമീറ്റർ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു യൂസേജ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഒക്കെ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി നമുക്ക് എത്ര രൂപക്ക് ഇപ്പൊ കൊടുക്കാം? ഇത് നമുക്ക് 6,90 കൊടുക്കാം. 6,90,000 രൂപ. T10 ആണ് ഏറ്റവും ടോപ്പ് അല്ലേ? 6,90 അലവിയിലൊക്കെ വരുന്ന വണ്ടിയാണ്. വോയിസ് മെയിൽ കാര്യം എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് അല്ലേ? മൈലേജ് നമുക്കൊരു 15 കിട്ടുമോ? 18 കമ്പനി വരണാണ്. 15 ഒരു ഡീസലിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡസ്റ്റർ ബ്ലാക്ക് ഡസ്റ്റർ അങ്ങനെ അധികം നമുക്ക് റോഡുകളിലൊന്നും ബ്ലാക്ക് അല്ല ശരിക്കും, ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ്. നേവി ബ്ലൂ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കളറ്. ഈ ഒരു വണ്ടി അധികം നമ്മൾ റോട്ടിൽ അങ്ങനെ കാണാറില്ല ഈ ഒരു കളറിൽ കേട്ടോ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2017 മോഡൽ കൂടിയില്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി? 70,000 കിലോമീറ്റർ ജെനുവിൻ സർവീസും കാര്യമൊക്കെ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ചെറിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫുൾ ഓപ്ഷൻ ആണത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കമ്പനി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ടയർ നോക്കുകയാണെങ്കിൽ 4 കിടിലൻ കമ്പനി അലോയ് വീൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. പിന്നെ റൂഫിലൊക്കെ ചെറിയ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കിലോമീറ്റർ 74,000 ജെനുവിന്. ഓക്കെ, ജെനുവിൻ ആണോ? ഗ്യാരണ്ടി. എത്ര രൂപ നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എത്രയാണ് വണ്ടിക്ക്? ഇതിന് നമ്മള് 6,65 ചോദിക്കും. 6,65 എന്തെങ്കിലും താഴത്തേക്ക് നമ്മൾ കൊടുക്കും. പിന്നെ മാത്രമല്ല ഇതിന് എത്ര ലോൺ കിട്ടും? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക 5.5 ലക്ഷം രൂപ. 85 അല്ലേ വണ്ടി? 85. 5.5 ലക്ഷം റുപ്യക്ക് 85 മെയിൻ്റെനൻസ് കുറഞ്ഞ ഒരു ഡസ്റ്റർ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു 3 വണ്ടികൾ കാണുന്നുണ്ട്. ഒരു മറ്റേ എർട്ടിക കാണുന്നുണ്ട്, അതുപോലെ തന്നെ ബലേനോ, ജീപ്പ്, കോമ്പസ് അല്ലേ? ഒരുപാട് പേര് എൻക്വയറി ആണ്. എർട്ടിക ഉണ്ട്, അത് പുതിയ മോഡൽ അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. 2021 മോഡൽ. ഇത് മാന്യമായ മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലേ? മൈലേജ് കിട്ടും. ZXi ഓപ്ഷനിലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനോ? ZXi പുഷ് ബട്ടൺ ഇതൊക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. എന്തെങ്കിലും റീപ്ലേസ് ആക്സിഡന്റ് കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ്. ജെനുവിൻ അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അലോയ് വീൽ വരുന്നുണ്ട്. പിന്നെ ഫുൾ ബട്ടൺ ടയർ കാണാൻ സാധിക്കും. കീലെസ് എൻട്രി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ടച്ച് സ്ക്രീന്, കമ്പനി സിസ്റ്റമാണ്. ക്ലൈമറ്റ് കൺട്രോൾ AC, 8 സീറ്റാണ് വാഹനം വരുന്നത്. നല്ല കമ്പനി സീറ്റ് അവർ 7 സീറ്റ് അല്ലേ? അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 10,15 രൂപ ചോദിക്കുന്നുണ്ട്. 10,15 ലക്ഷം അല്ലേ? എന്തെങ്കിലും 21 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ പ്രോപ്പർ കമ്പനി സർവീസ്, റീപ്ലേസ് ഇല്ല, പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ടച്ചപ്പ് കയറിയിട്ടില്ല. ഓക്കെ, ഇത് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൂടെ? റേറ്റ് ഒക്കെ റേറ്റ് നമുക്ക് ലാസ്റ്റ് നമുക്ക് 10,15 ചോദിച്ചു. നമുക്ക് ഇത് ഓഫർ പൊട്ടിച്ചു കൊടുക്കാണ്. 9,95 നമുക്ക് പൊട്ടിച്ചാണെങ്കിൽ വെറും 9,90,000. നമ്മുടെ പ്രേക്ഷകർക്ക് പൊട്ടിച്ച റേറ്റ് 9,90,000 രൂപ. വേണമെന്നുള്ളവർ പെട്ടെന്ന് വന്നോളൂ. ഈ റേറ്റ് ഞങ്ങൾക്ക് എവിടുന്നും കിട്ടില്ല കേട്ടോ. അത് ഫുൾ ഓപ്ഷൻ വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് റയർ ഡീസൽ. ഇത് 2016 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആൽഫ പുഷ് ബട്ടൺ വരും, സെറ്റ് കാര്യങ്ങളൊക്കെ വരും. എല്ലാ ഫീച്ചേഴ്സും. സെക്കൻഡ് ഓണറിൽ 1,29 ഓട്ടോ ഡീസൽ വാഹനം. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 15-16 അല്ലേ? 15-16 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും. സിംഗിൾ ഓണറോ? കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 15 ഫാൻസി നമ്പറും അല്ലേ? ഓക്കെ, നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. ബോഡി ക്വാളിറ്റി ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, എയർ ബാഗ് വരും. ഡീസലാട്ടോ വാഹനം. ഡീസലാണ്. 20ന്റെ മുകളിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. 4 കിലോമീറ്റർ മൈലേജ് കിട്ടും. പ്രതീക്ഷിക്കാം അല്ലേ? നല്ല രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ മാക്സിമം മൈലേജ് തരുന്ന വണ്ടിയാണ്. മെയിൻ്റെനൻസ് കുറവാണ്.
മാരുതിന്റെ വണ്ടി ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ചെലവ് കുറവാണ്. കറക്റ്റ് കമ്പനി സർവീസ്. 1.20 ഓടി അല്ലേ? 1.29 ഓടിയുണ്ട്. ലാസ്റ്റ് എത്ര റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. എത്ര കൊടുക്കാം നമുക്ക് 5.40 ചോദിക്കുന്നുണ്ട്. 5.40. ലാസ്റ്റ് നമുക്ക് 5.40 കൊടുക്കാം അല്ലേ? ലാസ്റ്റ് എന്റെ ഇതിൽ പൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5.25 ലാസ്റ്റ് ഫൈനല്. പിന്നെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല, കുറക്കാനില്ല. മാക്സിമം ലോൺ വേണ്ടവർക്ക് ഒരു 4.5 ലക്ഷം രൂപ ലോൺ. ഏറ്റവും ടോപ്പാണ്. ഡീസൽ വാഹനമാണ്. 24 കമ്പനി 26 കിലോമീറ്റർ മൈലേജ് വരുന്ന വാഹനം. 20 എങ്ങനെയായാലും കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്യാ, എവിടെ കൊണ്ടുവരും ചെക്ക് ചെയ്ത്. അടുത്തായിട്ട് നമുക്കൊരു ഹൈ ക്വാളിറ്റി ജീപ്പ് കോമ്പസ് പരിചയപ്പെട്ടാലോ? 2018 ഉള്ളത്. 18 മോഡൽ റെഡ് കളർ. ഈ കളർ കിട്ടാൻ പ്രയാസം. അതെ 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 അതെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണോ? സിംഗിൾ ഓണർ. ഓട്ടം 80. ഡീസൽ വാഹനമാണ്. കമ്പനി സർവീസിലെ വാഹനം. 80,000. എത്ര ഓടി? 71,000 കിലോമീറ്റർ. 71,000 അല്ലേ? ജെനുവിനാണോ? ബുഷ് ബട്ടൺ ഷാർട്ടൊക്കെ വരുന്നുണ്ട് വണ്ടി അല്ലേ? ടയർ എത്ര ഉണ്ട്? ടയർ ഒരു 60% ടയറില്ല വണ്ടി. 60% അല്ലേ? ഓക്കെ. നമ്മള് ഉൾഭാഗം നോക്കുകയാണെങ്കിൽ മൊത്തത്തില് ഓക്കെ. ഉൾഭാഗം നമുക്ക് കാണിച്ചു കൊടുക്കും. ഇനിയിപ്പോ ഇതിന്റെ ഹൈലൈറ്റ് എന്താ പറയുക? സ്റ്റെപ്പിന് പോലും അൺടച്ച് ആണ് അല്ലേ? ഇതാ കാണിച്ചു കൊടുക്കാം. സ്റ്റെപ്പിന് ഭാഗം നമുക്ക് കണ്ടോ അൺടച്ച് ആണ്. അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി. ടയറൊന്നും തൊട്ടിട്ടില്ല. പുത്തം വണ്ടി കൊണ്ടുനടക്കണവർ കൊണ്ടുനടക്കുക. ഇത് അന്ന് ഓൺ റോഡ് എത്ര റേറ്റ് വരുന്നത്? വണ്ടിക്ക് 60-50 ഫാൻസി നമ്പർ വരുന്നുണ്ട് അല്ലേ? ഈ വണ്ടി നമുക്ക് അന്ന് ഇറങ്ങുമ്പോ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? 23 സംതിങ്ങിന്റെ 24 അടുത്ത് വില വരുന്നുണ്ട്. വില വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് ഇപ്പൊ വേരിയന്റ് ആണെങ്കിൽ ഇവിടെ നോക്കിക്കോളി. ലോജിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എത്ര കൊടുക്കാം നമുക്ക് ഈ ഒരു? ഇത് നമുക്ക് 11,90 ചോദിക്കുന്നുണ്ട്. 11,90,000. മാസ്കി ഉണ്ട്, എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? ലോണോ? ലോൺ അത്യാവശ്യം മാക്സിമം ഫുൾ ലോണിന്റെ കാര്യം. ഫുൾ ലോൺ നോക്കുന്നവർക്ക് മാക്സിമം ലോണും കയറുന്ന വണ്ടിയാണ്. പുത്തം പുതിയ ജീപ്പ് കോമ്പസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസിലെ വാഹനം. അതെ അതെ അതെ. കാരണം ലോ കിലോമീറ്റർ 73,000 കിലോമീറ്റർ ഡീസൽ വേരിയന്റ് ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടിയാണ്. വലിയൊരു ചടച്ചോട്ടം ഓടാത്തൊരു വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെ വേണേലും. നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ എപ്പിസോഡ് ഇവിടെ വെച്ചു അതിന്റെ എങ്ങനെ എടുക്കാം? സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ കമന്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എങ്ങനെ നമ്മൾ വണ്ടികൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല നമ്മൾ ഫോളോവേഴ്സ് വരുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ധൈര്യത്തോടു കൂടെ ഇവിടുന്ന് വണ്ടി കൊടുക്കണം. ഗ്യാരണ്ടിയിൽ കൊടുക്കണം കേട്ടോ. ഷോറൂമിലും അതെ. മാക്സിമം നിങ്ങൾ ഷോറൂമിലോ ഇപ്പൊ മാരുതിന്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഷോറൂമിൽ, ടയോട്ട എടുക്കുകയാണ് അതിന്റെ ഷോറൂമിൽ, എവിടെ വേണേലും കൊണ്ടുപോയിട്ട് അഡ്വാൻസ് ഇട്ടെന്നാലും നമുക്ക് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് തിരിച്ചു കൊടുക്കും. അതെ അതെ. ഇപ്പൊ നിങ്ങൾ അഡ്വാൻസ് ഇട്ടിട്ട് ഇപ്പൊ വണ്ടി ഒന്ന് കണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ല തിരിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാം. മാത്രമല്ല നമ്മൾ ഈ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തോളി. ഒന്നുകൂടി നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ 12 കിലോമീറ്റർ, വണ്ടൂരിൽ നിന്ന് വരികയാണെങ്കിൽ 8 കിലോമീറ്റർ. ഇത് തിരുവാലിയും പത്തിരിയാലിന്റെ സെൻട്രലായിട്ട് വരും. ചീനിപ്പടി പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്പറിലൂടെ വിളിച്ചാൽ മതി. അപ്പൊ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചു അതിന്റെ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.